പൊതുവായിട്ട് ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ്റെ പടി ചവിട്ടിട്ടില്ലെന്ന് ഗമയോടെ പറയും. പോലീസ് സ്റ്റേഷൻ്റെ പടി ചവിട്ടാതിരിക്കാൻ മാത്രം അതത്ര മോശമായ സ്ഥലമല്ല. നിങ്ങൾ ഞങ്ങളെ തേടി വരാൻ മടി കാണിച്ചതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ തേടി വന്നിരിക്കുന്നത്. 1.5 ലക്ഷത്തോളം ആൾക്കാരുള്ള സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഇൻസ്പെക്ടർ, 4 SI, റൈറ്റർ, കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ എന്ന് അങ്ങനെ 45 അല്ലെ 50 പേരുണ്ടാവും. ഇതിനകത്ത് മറ്റു കുറ്റകൃത്യങ്ങൾ നടക്കാതിരിക്കണമെങ്കിൽ പോലീസിനേക്കാളും പൊതുജനങ്ങളുടെ അവയർനെസ് വളരെ പ്രധാനമാണ്. അങ്ങനെ ഒരു പബ്ലിക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പബ്ലിക് അവയർനെസ് മീറ്റിംഗ് ഞങ്ങൾ റെഗുലറായിട്ട് എല്ലാ ഏരിയയിലും നടത്തുന്നത്. ഇപ്പോൾ SI പറഞ്ഞ പോലെ ബേസിക് സേഫ്റ്റി മെഷേഴ്സ് എല്ലാവരും പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് നടക്കുന്ന ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾ നിങ്ങൾക്ക് തന്നെ തടയാനാവും. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചുള്ള ജീവിതമല്ലേ, പക്ഷേ തനിച്ച് ജീവിക്കുകയും വേണം. അപ്പോൾ ഒക്കെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ ആരാ ഉള്ളതെന്ന് അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആരുണ്ട്, നമ്മുടെ അടുത്താരാണുള്ളതെന്ന് പോലും അറിയാത്ത രീതിയിലാണ് മതിമറന്ന് സെൽഫോണിൽ മുഴുകിയിരിക്കുന്നത്. ദേ നോക്ക്, ആ പെൺകുട്ടിയെ പോലെ. ഞാൻ കേൾക്കുന്നുണ്ട് സർ. നമ്മുടെ നാട്ടിൽ പുതിയതായിട്ടൊരാളെ കാണുമ്പോൾ അല്ല ഇയാൾ ആരുടെ വീട്ടിലേക്ക് വന്നതാണ് ചോദിച്ച് അവൻ്റെ ജാതകം മുഴുവനും നമ്മൾ കൈക്കലാക്കും. എന്നാൽ നമ്മുടെ സിറ്റി ലൈഫിലോ ടെറസിൽ നിന്ന് ഒരു പെൺകുട്ടി താഴെ വീണിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ആരും ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് ആ കുട്ടിയുടെ ജീവൻ നഷ്ടമായി. വേറെ കാര്യമൊന്നുമില്ല, കുടുംബത്തിലെ പ്രശ്നം തന്നെയാ.